നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് കോൺഗ്രസ്. എംഎൽഎമാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ. കോഴിക്കോട് ജില്ലയിൽ യുഡിഎഫിന് ചരിത്ര വിജയം നേടാനായത് വിഭാഗീയതയില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമെന്ന് ഡിസിസി പ്രസിഡന്റും കൊയിലാണ്ടിയിലെ നിയുക്ത എംഎൽഎയുമായ കെ പ്രവീൺകുമാർ. ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികൾക്കാർക്കും സാധിക്കില്ല എന്ന വലിയ സന്ദേശമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രവീൺകുമാർ. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് കലാകേരളം യാത്രാമൊഴിയേകി. ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തെ വസതിയായ അനന്തപുരിയിൽ പൊതുദർശനത്തിന് വെച്ച ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചകവാതക വില വർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് നടത്തുന്ന പ്രതിഷേധം പൂർണ്ണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തുന്ന വൻ വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ തകർക്കുന്നുവെന്ന് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സുന്ദരൻ നായർ. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത. പുന്നയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും സർവീസ് റോഡ് ഉയർത്തിയത് മൂലം വീടുകൾ ഒറ്റപ്പെടുന്നു. ആംബുലൻസ് പോലും എത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിൽ. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് കോൺഗ്രസ്. എംഎൽഎമാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രൂപ്പ് നേതാക്കൾ. 45 എംഎൽഎമാരുടെ പിന്തുണയുണ്ടെന്നാണ് കെ സി വേണുഗോപാൽ അവകാശപ്പെടുന്നത്. 25 എംഎൽഎമാരുടെ പിന്തുണ രമേശ് ചെന്നിത്തലയും അവകാശപ്പെടുന്നു. 25 എംഎൽഎമാരുടെ പിന്തുണയാണ് വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്നത്. എഐസിസി നിരീക്ഷകരായ മുകുൾ വാസ്നും അജയ് മഗ്നും ഇന്ന് തിരുവനന്തപുരത്തെത്തും. നിയമസഭാ കക്ഷി യോഗത്തിന് മുൻപ് എംഎൽഎമാരെ നേരിട്ട് കാണാനാണ് നീക്കം. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ എംഎൽഎമാർക്ക് രഹസ്യമായ അഭിപ്രായം അറിയിക്കാൻ അവസരമൊരുക്കണമെന്ന് വി ഡി സതീശൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. നിരീക്ഷകർ അല്ലാത്തവർ അഭിപ്രായം കേൾക്കേണ്ടതില്ലെന്നാണ് വി ഡി പക്ഷത്തിന്റെ വാദം. കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷിയെ വിശ്വാസമില്ലെന്നാണ് വി ഡി പക്ഷം പറയുന്നത്. എംഎൽഎമാരുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ദീപദാസ് മുൻഷി ഉണ്ടാകാൻ പാടില്ലെന്നാണ് ആവശ്യം. ഇക്കാര്യം വി ഡി സതീശൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ യുഡിഎഫിന് ചരിത്ര വിജയം നേടാനായത് വിഭാഗീയതയില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമെന്ന് ഡിസിസി പ്രസിഡന്റും കൊയിലാണ്ടിയിലെ നിയുക്ത എംഎൽഎയുമായ കെ പ്രവീൺകുമാർ. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹിയും ലോക കേരള സഭാംഗവുമായ നെൽസൺ നൈപ്പിന്റെ വീട്ടിൽ നടത്തിയ സ്വകാര്യ സന്ദർശനത്തിനിടെ സിസിടിവിയോട് പ്രതികരിക്കുകയായിരുന്നു പ്രവീൺകുമാർ. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ ബലം വന്ന ദിവസം കോഴിക്കോട്ടുള്ള മാധ്യമങ്ങളോട് താനൊരു കാര്യം പറഞ്ഞിരുന്നു. തങ്ങളുടെ ലക്ഷ്യം 5, 8, 10 സീറ്റല്ല, 13-ൽ 13 ആണ് എന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്നു മുതൽ കൌണ്ടിംഗിന്റെ അരമണിക്കൂർ മുൻപ് വരെ 13-ൽ 13 സീറ്റ് കോൺഗ്രസിന് എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. തന്റെ ആത്മവിശ്വാസം കണ്ട് പലരും ആശങ്കപ്പെടുകയും അസാധ്യമാണെന്ന് പറയുകയും ചെയ്തു. 70 പഞ്ചായത്തുകളിൽ 44 പഞ്ചായത്തുകളും യുഡിഎഫ് പിടിച്ചെടുത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് താൻ ഇക്കാര്യം മാധ്യമങ്ങളോട് പറഞ്ഞത്. ചരിത്രത്തിലാദ്യമായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വമ്പിച്ച് വിജയം നേടിയത്. ആകെ 13-ൽ 12 സീറ്റ് തങ്ങൾ പിടിച്ചു. 2 സീറ്റിൽ വിജയിച്ച സന്തോഷത്തിനോടൊപ്പം 1 നഷ്ടപ്പെട്ട സങ്കടവും തനിക്കുണ്ടെന്നും പ്രവീൺകുമാർ പറഞ്ഞു. ഞാൻ ജയിക്കുന്നത് 12,000. 9 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 അക്ക ഭൂരിപക്ഷം, 3 7,000 12 വിജയിച്ച സന്തോഷത്തിലേക്കും 1 നഷ്ടപ്പെട്ടതിന്റെ ചില സങ്കടമുണ്ട്. താൻ മന്ത്രിയാകുമോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. തന്നെ സംബന്ധിച്ച് ഡിസിസി പ്രസിഡന്റായ അന്നു മുതൽ ഓരോ ദിവസവും സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന ആളാണ്. ലോക്സഭയിലും ലോക്കൽ ബോഡിയിലും നല്ല വിജയമുണ്ടായി. ഡിസിസി പ്രസിഡന്റ് എന്ന നിലയിൽ താൻ സംതൃപ്തനാണ്. ഇപ്പോൾ എംഎൽഎയുമായി. മറ്റ് കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും. അത് എന്തായാലും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ താൻ മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന അന്നു മുതൽ കൗണ്ടിങ്ങിന്റെ അരമണിക്കൂർ മുമ്പ് വരെ ഡിസിസി പ്രസിഡന്റായി ഞാൻ പറഞ്ഞത് 13 ഔട്ട് ഓഫ് 30. ഇത് പറഞ്ഞപ്പോൾ പലരും നെറ്റ് ചോദിച്ചിരുന്നു, പലരും ആശങ്കപ്പെട്ടിരുന്നു. നൊസ എന്ന് പറഞ്ഞിരുന്നു. കൂടെ നിന്നവരുടെ മനസ്സിൽ വരെ ആശങ്ക ഉണ്ടായിരുന്നു.
പക്ഷേ ഫലം വന്നപ്പോൾ 12 ജയിച്ചു. ജില്ലയിലെ മുഴുവൻ ബൂത്തുകളിലെയും കണക്കെടുത്ത് 5-ാം ദിവസം 14 ഞാൻ മീഡിയ കണ്ടു. ഇവിടെ ശങ്കരുണ്ടോ? ഞാൻ ഒരു 13 8 5 ഭൂരിപക്ഷം. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് DCC പ്രസിഡന്റായി നിയമിക്കുമ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നോട് പറഞ്ഞ കാര്യം. അതുകൊണ്ടുതന്നെ വിഭാഗീയത പ്രവർത്തനത്തിന് താനില്ല. വിഭാഗീയത ഇല്ലാത്ത കോൺഗ്രസ് നേതൃത്വമാണ് കോഴിക്കോടിന്റേതെന്ന് വേണുഗോപാൽ വരെ പറഞ്ഞിട്ടുണ്ട്. DCC പ്രസിഡന്റിന്റെ മനസ്സിൽ വിഭാഗീയത വന്നാൽ ആ ജില്ലയിൽ പാർട്ടി രക്ഷപ്പെടില്ല. പല വിഷയങ്ങളിലും വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും തങ്ങൾ ഒരു ടീമാണ്. ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന വലിയൊരു സന്ദേശമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും പ്രവീൺ കുമാർ കൂട്ടിച്ചേർത്തു. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് കലാകേരളം യാത്രാമൊഴിയേകി. ഉച്ചയ്ക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. സന്തോഷിന്റെ ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തെ വസതിയായ അനന്തപുരിയിൽ ഇന്നലെ രാത്രിയോടെ മൃതദേഹം എത്തിച്ചു. പുലർച്ചെ മുതൽ സന്തോഷിനെ ഒരു നോക്ക് കാണാൻ ജനം എത്തിക്കൊണ്ടിരുന്നു. സിനിമാ ലോകത്ത് നിന്ന് അമ്മയുടെ ഭാരവാഹി കുക്കു പരമേശ്വരൻ റീത്ത് സമർപ്പിച്ചു. നടന്മാരായ രാമു, സിദ്ദിഖ്, ശങ്കർ, അജു വർഗീസ് തുടങ്ങിയവരും അന്തിമോപചാരം അർപ്പിച്ചു. NK അക്ബർ MLA, നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ, BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു. CCTVക്ക് വേണ്ടി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ VK പ്രമോദ് കുമാർ, ഷാജി വി ജോസ് എന്നിവർ ചേർന്ന് പുഷ്പചക്രം സമർപ്പിച്ചു. മാനേജർ PD സേവ്യർ, CCTV ന്യൂസ് സീനിയർ എഡിറ്റർ PS ടോണി എന്നിവർ സംബന്ധിച്ചു. സന്തോഷ് കെ നായരുടെ സംസ്കാര കർമ്മങ്ങൾ മകൾ ഡോക്ടർ രാജശ്രീ S നായർ, മരുമകൻ ഡോക്ടർ അക്ഷിത് മേനോൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെ തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് സംസ്കാരം നടന്നത്. ഒരുപാട് സിനിമകളും ഓർമ്മകളും ബാക്കിയാക്കിയാണ് നടൻ സന്തോഷ് വിടവാങ്ങുന്നത്. വില്ലൻ, നായകൻ, സഹനടൻ, ഹാസ്യനടൻ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ മലയാളികൾക്കിടയിൽ സുപരിചിതനാണ് സന്തോഷ് കെ നായർ. രാപ്പാർക്കാം, കമ്മത്തൻ കമ്മത്ത് എന്നീ സിനിമകളിൽ കോമഡി വേഷങ്ങളും ചെയ്തിട്ടുണ്ട്. ചില ടെലിവിഷൻ പരമ്പരകളിലും സന്തോഷ് അഭിനയിച്ചിട്ടുണ്ട്. 1960 നവംബർ 12 തിരുവനന്തപുരത്ത് CN കേശവൻ നായരുടെയും P രാജലക്ഷ്മി അമ്മയുടെയും മകനായാണ് ജനനം. MG കോളേജിൽ നടൻ മോഹൻലാലിന്റെ ജൂനിയറായിരുന്നു. ഇരുവരും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ സിനിമയിൽ എത്തിയിട്ടുണ്ട്. അഭിനയ വഴികളിൽ വിസ്മയം തീർത്ത കഥാപാത്രങ്ങൾ എക്കാലത്തേക്കുമായി മലയാളികൾക്ക് മുമ്പിൽ അനശ്വരമാക്കിയാണ് സന്തോഷ് കെ നായർ വിട പറയുന്നത്. കട്ടകാമ്പാൽ പഞ്ചായത്തിൽ കോൺഗ്രസ് പാർട്ടിയെ പടുത്തുയർത്തുകയും ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും ചെയ്ത അപ്പു മാസ്റ്ററുടെ 24ാം ചരമവാർഷികാനുസ്മരണ സമ്മേളനം നടത്തി. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റും അപ്പു മാസ്റ്ററുടെ മകനുമായ K ജയശങ്കർ, കോൺഗ്രസ് നേതാക്കളായ MS മണികണ്ഠൻ, MA അബ്ദുൾ റഷീദ്, CC മോഹനൻ മാസ്റ്റർ, CG നായർ, സുനിൽ അരുവായ്, NM റഫീഖ്, VK മുഹമ്മദ്, സോണി സക്കറിയ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നോട്ട് നേടിയത് 1.25 ലക്ഷത്തോളം വോട്ടുകൾ. ഒരു മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയും 2ഇടത്ത് UDF സ്ഥാനാർത്ഥികളും തോറ്റത് നോട്ട് പിടിച്ചതിനേക്കാൾ കുറഞ്ഞ വോട്ടിനാണ്. തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് 2000-ലധികം വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുമുണ്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ നോട്ടയ്ക്ക് കുത്തിയവരുടെ എണ്ണത്തിൽ 19,000-ലധികം പേരുടെ വർധനവുണ്ടായി. ഒരു സ്ഥാനാർത്ഥിയോടും താൽപര്യമില്ലാത്ത വോട്ടർക്ക് തങ്ങളുടെ വിയോജിപ്പ് രേഖപ്പെടുത്താൻ വോട്ട് യന്ത്രത്തിൽ ഉൾപ്പെടുത്തിയ ബട്ടണാണ് നോട്ട. ഇത്തവണ ഒരു സ്ഥാനാർത്ഥിയോടും താൽപര്യമില്ലെന്ന് അറിയിച്ച നോട്ടയ്ക്ക് കുത്തിയത് 1,23,734 പേരാണ്. സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ടിന്റെ 0.58%. ഭൂരിപക്ഷത്തിൽ റെക്കോർഡിട്ട PK കുഞ്ഞാലിക്കുട്ടി മത്സരിച്ച മലപ്പുറം അടക്കം 40 മണ്ഡലങ്ങളിൽ നോട്ടയ്ക്ക് 1000-ലധികം വോട്ടുണ്ട്. മഞ്ചേരിയിലാണ് നോട്ട ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ചത്. 3,319 വോട്ടുകളാണ് ഇവിടെ നോട്ടയ്ക്ക് കിട്ടിയത്. നിലമ്പൂരിൽ 2,672 വോട്ട് നോട്ടയ്ക്ക് കിട്ടി. മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ എന്നിങ്ങനെ വയനാട് ജില്ലയിലെ 3 മണ്ഡലത്തിലും നോട്ട് നേടിയ വോട്ട് 1000 കടന്നു. മണലൂർ, അഴീക്കോട്, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ വിജയിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മണലൂരിൽ TN പ്രതാപൻ 126 വോട്ടിന് തോറ്റപ്പോൾ നോട്ടയ്ക്ക് ലഭിച്ചത് 676 വോട്ടാണ്. അഴീക്കോട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കരീം ചേലേരി തോറ്റത് 349 വോട്ടിനാണ്. ഇവിടെ നോട്ട 576 വോട്ട് പിടിച്ചു. കടകംപള്ളി സുരേന്ദ്രൻ 428 വോട്ടിന് തോറ്റ കഴക്കൂട്ടത്ത് 981 പേർ നോട്ടയെയാണ് തെരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചക വാതക വില വർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്.
സംസ്ഥാനത്തെ ഹോട്ടൽ, റെസ്റ്റോറന്റ്, ബേക്കറി, ക്യാന്റീനുകളടക്കം 24 മണിക്കൂർ അടച്ചിട്ട് പ്രതിഷേധം തുടങ്ങി. ഓൺലൈൻ ഡെലിവറിയും ഉണ്ടാകില്ല. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപ കൂട്ടിയ സാഹചര്യത്തിലാണ് പ്രതിഷേധ പണിമുടക്ക്. ഉയർത്തിയ പാചകവാതക വില പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പെട്രോളിയം കമ്പനികളുടെ ഓഫീസിനു മുന്നിലേക്കും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിലേക്കും പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഓൾ കേരള കേറ്റേഴ്സ് അസോസിയേഷൻ, ഹോസ്റ്റൽ ഓണേഴ്സ് ഫെഡറേഷൻ അടക്കമുള്ള നിരവധി വ്യാപാര സംഘടനകൾ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതായി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളത്ത് പണിമുടക്ക് പൂർണ്ണമാണ്. നഗരത്തിലെ ഭൂരിഭാഗം ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. ഇതോടെ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റും വരുന്നവർ ദുരിതത്തിലായി. വിലക്കയറ്റത്തിനെതിരെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ചുകളും ധർണകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ മാസവും വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തുന്ന വൻ വിലവർദ്ധനവ് ഹോട്ടൽ വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം മേഖലാ പ്രസിഡന്റുമായ സുന്ദരൻ നായർ പറഞ്ഞു. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റത്തിന് പുറമെയാണ് പാചകവാതകത്തിന് താങ്ങാനാവാത്ത വിധം വില വർദ്ധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. എന്നാൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുമെന്നതിനാൽ തിടുക്കപ്പെട്ട് അതിന് മുതിരുന്നില്ലെന്നും സുന്ദരൻ നായർ പറഞ്ഞു. ഇതോടനുബന്ധിച്ച് ഒരു ഹോട്ടൽ ഒരു ദിവസമോ 2 ദിവസമോ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്ത് വരുന്ന ടൂറിസം മേഖലയിലും അതേപോലെ തന്നെ മറ്റു ജനങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഒരു ബാത്റൂമിൽ പോകാനോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇന്ന് ഹോട്ടൽ അസോസിയേഷനായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് തുടർച്ചയായി അടച്ചിടേണ്ട ഒരു ഗതി വന്നു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ മലിനമാകാൻ ഇടവരുന്നുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം രീതികളിലേക്കൊന്നും പൊതുജനങ്ങളെ തള്ളിവിടാതെ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഭരിക്കുന്ന അതുപോലെ കേരളം ഭരിക്കുന്നതായാലും എല്ലാവരും അതിന് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണമെന്ന് മാത്രമേ ഈ വേളയിൽ എനിക്ക് പറയാനുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഹോട്ടലുകൾ പലതും അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്നും ഇനിയും തങ്ങളുടെ ആവശ്യങ്ങളിന്മേൽ അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച സിപിഐഎം കണ്ടാണിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ചൊവ്വലൂർ പാരീസ് റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം കൂനമൂച്ചിയിൽ സമാപിച്ചു. സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പി എം മുസ്തഫ, കണ്ടാണിശ്ശേരി ലോക്കൽ സെക്രട്ടറി എം വി സന്തോഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എം സുധീർ, ടി കെ കുമാരൻ, വിനു ജോൺസൺ, ജയന്തി ടീച്ചർ, യു എം ഗോപകുമാർ എന്നിവർ നേതൃത്വം നൽകി. മണലൂരിൽ യുഡിഎഫിലെ ടി എൻ പ്രതാപനെ 126 വോട്ടുകൾക്കാണ് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പരാജയപ്പെടുത്തിയത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 102 സീറ്റിന്റെ വലിയ ഭൂരിപക്ഷം നേടി യുഡിഎഫ് ഭരണം പിടിച്ചെടുത്തതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കടങ്ങോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മധുരവിതരണം നടത്തി. പാഴിയോട്ടുമുറി, മനപ്പടി, വെള്ളറക്കാട് എന്നിവിടങ്ങളിലെ ഓട്ടോ പാർക്കുകളിലും പരിസരത്തുമാണ് ലഡു വിതരണം ചെയ്തത്. യൂണിയൻ സെക്രട്ടറി CG ജാക്സൺ, അംഗങ്ങളായ ദിനേശൻ, ആൻഡോ, കബീർ എന്നിവർ സംബന്ധിച്ചു. നീണ്ട 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDFിന്റെ ചരിത്ര വിജയത്തിൽ സന്തോഷിച്ചുകൊണ്ട് INTUC ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കടങ്ങോട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മധുരം നൽകിയാണ്. 100 സീറ്റല്ല 102 സീറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ UDF ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയിരിക്കുന്നത്, ഭരണം പിടിച്ചിരിക്കുന്നത്. മധുരം പങ്കുവയ്ക്കുകയാണ്, മധുരം ലഡു വിതരണം ചെയ്യുകയാണ്. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ ചർച്ച് മീഡിയ ഒരുക്കിയ പ്രൊമോ വീഡിയോ ശ്രദ്ധേയമാകുന്നു. ശൗര്യാർ എന്നാണ് പ്രൊമോ വീഡിയോയുടെ പേര്. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ അർണോസ് പാതിരിയുടെ കാലം മുതൽക്കേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശൗര്യാര് പുണ്യാളൻ എന്നൊരു ചൊല്ല് വാമൊഴിയായി വേലൂർക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. അർണോസ് പാതിരി ദേവാലയം പണിയുന്ന സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെയാണ് മധ്യസ്ഥനായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊമോ വീഡിയോ ചെയ്യുമ്പോൾ ശൗര്യാര് പുണ്യാളനും അർണോസ് പാതിരിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയത്. നിരവധി ഷോർട്ട് ഫിലിമുകളും നാടകങ്ങളും ഒരുക്കിയിട്ടുള്ള സേവ്യർ ഡെന്നിയാണ്
രചന നിർവഹിച്ചത്. നിരവധി ഷോർട്ട് ഫിലിമുകൾ ഒരുക്കിയിട്ടുള്ള പ്രശസ്ത വ്ളോഗറും കൂടിയായ ആൽവിൻ തോമസാണ് സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചത്. ക്യാമറ ഏബൽ ജോൺ, പോസ്റ്റർ ഡിസൈനിംഗ് എഡിറ്റിംഗ് ജോയൽ, ജസ്റ്റോ സാങ്കേതിക സഹായവും ഗ്ലാഡ്വിൻ സൗണ്ട് ഡിസൈനിങ്ങും ചെയ്തു. വേലൂർ ഇടവകയിൽ ഇപ്പോൾ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ജോൺ പേരാമംഗലമാണ് പ്രൊമോ വീഡിയോയിൽ ശൗര്യാര് പുണ്യാളന്റെ വേഷം ചെയ്തത്. ഇദ്ദേഹം അഭിനേതാവും റാപ്പ് ഗാനങ്ങളുടെ രചയിതാവും ഗായകനും കൂടിയാണ്. ചരിത്ര സത്യങ്ങളെ സാങ്കല്പിക കഥാസന്ദർഭങ്ങളിലൂടെ അവതരിപ്പിച്ച് മികച്ച ദൃശ്യാനുഭവം പകരുന്നതാണ് പ്രൊമോ വീഡിയോ. ഈ വർഷത്തെ ഓർമ്മ പുരസ്കാരം കഥകളി നടൻ പീശിപ്പള്ളി രാജീവിന് സമർപ്പിക്കും. കഥകളി നടൻ കോട്ടയ്ക്കൽ ശിവരാമന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബവും കാറൽമണ്ണ വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റും ചേർന്നാണ് പുരസ്കാരം നൽകുന്നത്. കോട്ടയ്ക്കൽ ശിവരാമന്റെ ചരമദിനമായ ജൂലൈ 19-ന് കുഞ്ചുനായർ ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ 22,222 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഓർമ്മ പുരസ്കാരം പീശിപ്പള്ളി രാജീവിന് സമർപ്പിക്കും. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത. പുനയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും സർവീസ് റോഡ് ഉയർത്തിയത് മൂലം വീടുകൾ ഒറ്റപ്പെടുന്നു. ആംബുലൻസ് പോലും എത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിലാണ്. ദേശീയപാത 66ന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ 22ാം വാർഡിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഹൈവേയുടെ പടിഞ്ഞാറു ഭാഗത്ത് നിർമ്മാണം നടത്തുന്ന ശിവാലയ എന്ന കരാർ കമ്പനിയുടെ അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളാണ് പ്രദേശവാസികളെ വലയ്ക്കുന്നത്. സർവീസ് റോഡിന്റെ നിർമ്മാണം തുടങ്ങിയതോടെ സമീപത്തെ 6ഓളം വീടുകളും ഉള്ളിലെ 15ഓളം വീടുകളും പൂർണ്ണമായും ഗതാഗത തടസ്സത്തിലാണ്. വീടുകളുടെ മുൻവശത്ത് മതിൽ കെട്ടിയതുപോലെ റോഡ് ഉയർത്തി നിർമ്മിച്ചതോടെ സ്വാഭാവികമായ വഴികൾ അടഞ്ഞുപോയി. അസുഖബാധിതയായ ആലത്തയിൽ ഹുസൈന്റെ മാതാവ് ആയുസുമ്മയെ ചികിത്സയ്ക്കായി ആംബുലൻസിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ആലത്തയിൽ മിഥുന, ആലുക്കുട്ടി, പെരുമ്പരത്ത് എന്നിവരുടെ വീടിനടിയിലൂടെ പടിഞ്ഞാറു ഭാഗത്തെ 10ഓളം വീടുകളിലേക്ക് പോകുന്ന ആലത്തയിൽ റോഡ് ഇപ്പോൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. റോഡ് ഉയർത്തിയപ്പോൾ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പുകളോ സ്ഥാപിച്ചിട്ടില്ല. ഇത് വരാനിരിക്കുന്ന മഴക്കാലത്ത് വീടുകൾക്കുള്ളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിൽ നിന്നുള്ള വെള്ളം കൂടി ഈ കാനയിലേക്ക് എത്തുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകും. പ്രശ്നത്തിൽ വാർഡ് മെമ്പർ അബ്ദുൽ സലീം കുന്നമ്പത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് AE ഉണ്ണികൃഷ്ണൻ, ഓവർസിയർ പാർവതി എന്നിവർ സ്ഥലം സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന കരാർ കമ്പനിയുടെ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങളിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. പൂരം കഴിഞ്ഞ് ചപ്പുചവറുകൾ നിറഞ്ഞുകിടന്നിരുന്ന കാട്ടുകാമ്പാൽ ക്ഷേത്ര മൈതാനം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. ക്ഷേത്ര ഭരണസമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെയാണ് ക്ഷേത്ര മൈതാനത്ത് ശുചീകരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ, വാർഡ് മെമ്പർമാരായ NK ചന്ദ്രാവതി, സന്ധ്യ ഷിബു, ക്ഷേത്രം ഭാരവാഹികളായ സഞ്ജയ് രാധാകൃഷ്ണൻ, ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ശുചീകരണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളായ വിജയ, രതിക, കാളി, അമ്മിണി, കുഞ്ഞാമണി, ശാന്ത, രാജൻ, കാർത്തിയായിനി, ചന്ദ്രൻ, യശോദ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സബ് സ്റ്റാഫ് കാറ്റഗറി തസ്തികയിൽ നിയമനം നടത്തുക, തൊഴിലാളി പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെയ് 25-26 തീയതികളിൽ സ്റ്റേറ്റ് ബാങ്ക് ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ചാണ് ധർണ നടത്തിയത്. സംഘടനാ മേഖലാ സെക്രട്ടറി മഹേഷ് വൈക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പ്രജിത്ത് സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പതാക ദിനം മുണ്ടത്തിക്കോട് യൂണിറ്റ് ആചരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KS കറിയ പതാക ഉയർത്തി. സെക്രട്ടറി VK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MK മുഹമ്മദ് കുട്ടിഹാജി വിശദീകരണം നടത്തി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാജു മാരാത്ത്, ബ്ലോക്ക് കമ്മിറ്റി അംഗം VS ഗോവിന്ദസ്വാമി, ട്രഷറർ CS സുഹറാബി, CL പിയൂസ് എന്നിവർ സംസാരിച്ചു. മെയ് 19, 20, 21 തീയതികളിൽ കോഴിക്കോടാണ് സംസ്ഥാന സമ്മേളനം. ഒരുമനയൂർ പഞ്ചായത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം ദേശീയപാത അധികൃതരും പഞ്ചായത്തും ചേർന്ന് യോഗം ചേർന്നു. തുടർന്ന് സംയുക്ത പരിശോധനയും നടത്തി. ഒരുമനയൂർ പഞ്ചായത്ത് പരിധിയിലെ നാഷണൽ ഹൈവേ 66 നിർമ്മാണ പ്രവർത്തനങ്ങളെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സംയുക്തമായി യോഗം ചേർന്നു. തുടർന്ന് പ്രശ്നബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥല പരിശോധനയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ, വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ്, RS ഷക്കീർ, ആരിഫ ജുഫൈർ, സിന്ധു അശോകൻ, ജസീന നസീർ, സ്വാതി നിഖിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമ്പേരി എന്നിവർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന.
ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്വാഭാവിക സംവിധാനങ്ങൾ തടസ്സപ്പെട്ടതോടെ പ്രദേശത്ത് ഗുരുതരമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതുമൂലം 20-ലധികം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കുകയാണെന്ന് നാട്ടുകാർ അറിയിച്ചു. പക്ഷേ ഈയിടെ ഉണ്ടായ മഴയിൽ പല സ്ഥലത്തും വെള്ളം നിൽക്കുന്ന ഒരു ഇത് വന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈവേ അതോറിറ്റിയുടെ ആളുകളെ വിളിച്ച് ഇന്ന് ഭരണസമിതി ഗ്രാമപഞ്ചായത്തിൽ ഒരു മീറ്റിംഗ് കൂടി അവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന നാഷണൽ ഹൃദയ സ്കൂള് വില്യംസിൻ്റെ ആ ഭാഗങ്ങളെല്ലാം പോയി സന്ദർശിച്ചു. അവിടെ താൽക്കാലികമായിട്ടാണ് അവർ അവിടെ കാണാൻ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ മാസം 15-ാം തീയതി മുതൽ അവരതിൻ്റെ പണി ആ കാണെല്ലാം മാറ്റി പുഴയിലേക്ക് നീരൊഴുക്കുണ്ടാവുന്ന രീതിയിൽ പഴയ രീതിയിൽ തന്നെ ആക്കി തരാമെന്നും മറ്റു കാണുകളെല്ലാം വൃത്തിയാക്കി മഴ വരുന്നതിന് മുന്നം എല്ലാം ശരിയാക്കി തരാം എന്ന് ഉറപ്പ് ഹൈവേയുടെ അധികൃതർ നമുക്ക് ഉറപ്പ് തന്നു. പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട നാട്ടുകാരുടെ നേതൃത്വത്തിൽ NHAI ഉദ്യോഗസ്ഥർക്ക് മുൻപ് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട സംയുക്ത പരിശോധന നടത്തിയത്. പ്രശ്നത്തിന് വേഗത്തിൽ സ്ഥിരപരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 15 ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ഹൈവേ അധികൃതർ ഉറപ്പു നൽകി. വടക്കേക്കാടിന്റെ അഭിമാനമായി ഷബീർ MS അന്താരാഷ്ട്ര ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം സ്വന്തമാക്കി. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരമായ അഭിനന്ദന പുരസ്കാരം നേടി വടക്കേക്കാട് സ്വദേശിയായ MS ഷബീർ ശ്രദ്ധേയനായി. വിവിധ മേഖലകളിൽ അദ്ദേഹം നടത്തിയ മികച്ച പ്രവർത്തനങ്ങളും സംഭാവനകളും പരിഗണിച്ചാണ് അംഗീകാരം. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ അഭിനന്ദിച്ചു. പ്രവാസി എഴുത്തുകാരൻ CP ജാഷിർ പെരുമ്പടപ്പിന്റെ 2 ഹൃദയങ്ങൾ എന്ന പേരിലുള്ള കഥാസമാഹാരം പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ റഫീഖ് പട്ടേരി, കവി പ്രിയൻ പോർക്കുളത്തിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. VR മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ജാഫർ മാറാക്കര വിശിഷ്ടാതിഥിയായി. ഹക്കീം വെളിയത്ത് പുസ്തക പരിചയം നടത്തി. AK സുബൈർ, സൈഫുദ്ദീൻ ഐരൂർ, സുബ്രഹ്മണ്യൻ, ഗുൽ മുഹമ്മദ്, ജലീൽ കുന്നയിൽ, റസാഖ് വന്നേരി എന്നിവർ സംസാരിച്ചു. റംഷാദ് സൈബർ മീഡിയ സ്വാഗതവും CP ജാഷിർ മറുപടി പ്രസംഗവും നടത്തി. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. പഞ്ചാരമുക്കിലെ ബൈത്തുനൂർ മസ്ജിദിൽ വെച്ച് ചേർന്ന യോഗത്തിൽ തൃശൂർ പാലക്കാട് ജില്ലാ അമീർ താജുദ്ദീൻ കൊടുവായൂർ അധ്യക്ഷനായി. മുബല്ലിഗ് ഇൻചാർജ് കമറുദ്ദീൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഉണ്ണീൻ കോരത്ത്, ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ബഷീർ, ജില്ലാ ഇർഷാദ് സെക്രട്ടറി സുലൈമാൻ മാസ്റ്റർ, ജില്ലാ വയോജന സംഘടനാ പ്രസിഡന്റ് ഹബീബുല്ല, ജില്ലാ യുവജന സംഘടനാ വൈസ് പ്രസിഡന്റ് താഹിർ അഹമ്മദ്, അഷ്റഫ് ചാവക്കാട്, അബ്ദുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും ഭാവി പരിപാടികൾക്കുള്ള കരടും യോഗത്തിൽ ചർച്ച ചെയ്തു. അഖിലേന്ത്യാ തല മസ്ജിദ് ഷൂറ തീരുമാനങ്ങളുടെ പ്രവർത്തന രൂപരേഖ ജില്ലാ അമീർ M താജുദ്ദീൻ, മുൻ അമീർ H സുലൈമാൻ മാസ്റ്റർക്ക് നൽകി. ചാവക്കാട്, കേച്ചേരി, ആളൂർ, ചേലക്കര, കാവശ്ശേരി, പള്ളിപ്പുറം, അലനെല്ലൂർ, മുറിയക്കണ്ണി, തിരുവിഴാംകുന്ന്, കൊടുവായൂർ, മണ്ണാർക്കാട്, പാലക്കാട് എന്നിവിടങ്ങളിലെ പ്രസിഡന്റുമാരും മുറബ്ബിമാരും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു. പാടൂർ പത്യാല ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ രൂപക്കളങ്ങൾ നടന്നു. പുലർച്ചെ നട തുറക്കലിന് ശേഷം രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിൽ ഗണപതി ഹോമവും തുടർന്ന് ദേവീദേവന്മാർക്കുള്ള പൂജകളും ഉച്ചതിരിഞ്ഞ് ഗുരുമുത്തപ്പന് രൂപക്കളവും വൈകിട്ട് ഭദ്രകാളിക്ക് രൂപക്കളവും നടന്നു. പുല്ലൂറ്റ് ബിജു ചന്ദ്രനും സംഘവും കളങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം നൽകി. പട്ടാമ്പി ധനലക്ഷ്മിയും സംഘവും ഒരുക്കിയ അഷ്ടനാഗക്കളവും രൂപക്കളത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 265 രൂപ. ചരമം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റും പ്രമുഖ ഫുട്ബോളറും ബഹ്റിൻ പോലീസിൽ ഓഫീസറുമായിരുന്ന ബ്രഹ്മകുളം മനയിൽ പരേതനായ വേലായുധൻ മകൻ ബാബു എന്ന ചന്ദ്രസേനൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും. ബിന്ദനാണ് ഭാര്യ. ബീന, ടീന, ശ്യാം, ഷൈന എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ശേഷം മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്ന കോൺഗ്രസ്. MLA-മാരെ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു. പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിൽ ഗ്രൂപ്പ് നേതാക്കൾ. കോഴിക്കോട് ജില്ലയിൽ UDF-ന് ചരിത്ര വിജയം നേടാനായത് വിഭാഗീയതയില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലനമെന്ന് DCC പ്രസിഡന്റും കൊയിലാണ്ടിയിലെ നിയുക്ത MLA-യുമായ K പ്രവീൺകുമാർ.
ഒരുമിച്ച് നിൽക്കുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയ എതിരാളികൾക്കാർക്കും സാധിക്കില്ല എന്ന വലിയ സന്ദേശമാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നതെന്നും പ്രവീൺ കുമാർ. അന്തരിച്ച നടൻ സന്തോഷ് കെ നായർക്ക് കലാകേരളം യാത്രാമൊഴിയേകി. ഉച്ചയ്ക്ക് പാർമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്തെ വസതിയായ അനന്തപുരിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നിരവധി പേരെത്തി. കേന്ദ്ര സർക്കാരിന്റെ വാണിജ്യ പാചക വാതക വില വർധനവിനെതിരെ ഹോട്ടലുകൾ അടച്ചിട്ട് നടത്തുന്ന പ്രതിഷേധം പൂർണ്ണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. വാണിജ്യ സിലിണ്ടറുകൾക്ക് വരുത്തുന്ന വൻ വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ തകർക്കുന്നുവെന്ന് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി സുന്ദരൻ നായർ. ദേശീയപാത 66 നിർമ്മാണത്തിലെ അപാകത. പുന്നയൂർ പഞ്ചായത്തിലെ പലയിടങ്ങളിലും സർവീസ് റോഡ് ഉയർത്തിയത് മൂലം വീടുകൾ ഒറ്റപ്പെടുന്നു. ആംബുലൻസ് പോലും എത്താൻ കഴിയാതെ ജനങ്ങൾ ദുരിതത്തിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.